ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നുണ പറയുന്നവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ്. അപ്പോൾ ഇതില് ഒരു പകുതി കൂടുതൽ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ആ ആൾ പറയുന്നത് നുണയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അതിൽ ആദ്യത്തേതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. നമ്മളോടൊരു കാര്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് കൂടുതൽ വികസിച്ച് ആള് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് നല്ല കണ്ണിങ്ങനെ വികസിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ 100% ഉറപ്പോടുകൂടി പറയാം ആ ആൾ പറയുന്നത് നുണയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിയുടെ കണ്ണ് വികസിച്ച് നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആളുടെ മനസ്സ് ഇങ്ങനെയാണ് പറയുക. ഞാൻ ആളെ തന്നെ നോക്കി പറയുകയാണെങ്കിൽ ആള് വിചാരിക്കും ഇത് സത്യമാണെന്ന്. എന്നാൽ കണ്ണ് അവിടെയാണ് ഉപബോധ മനസ്സിന്റെ ശക്തി പ്രകടമാകുന്നത്. കണ്ണിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും അത് പറയുന്നത് ശുദ്ധ നുണയാണ്. രണ്ടാമത്, അയാളുടെ കണ്ണുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. സത്യസന്ധമായാണ് ആ ആൾ നമ്മളോട് സംസാരിക്കുന്നെങ്കിൽ അയാളുടെ കണ്ണെപ്പോഴും വലത് സൈഡിലേക്കായിരിക്കും പോവുക. എന്നാൽ നുണയാണ് പറയുന്നതെങ്കിൽ ഇടത് സൈഡിലേക്കായിരിക്കും പോവുക. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആൾ ഉപയോഗിക്കുന്ന കൈ, അതായത് വലത് കൈ കൊണ്ടാണ് ഒരാൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആള് പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാം വലത് സൈഡിലേക്ക് നോക്കിയിട്ടായിരിക്കും പറയുക. ഇങ്ങനെയൊക്കെ നോക്കാം. ഇനി ഇടത് കൈ ആണ് ഒരാൾ യൂസ് ചെയ്യണമെങ്കിൽ ആള് ഇടത്തോട്ട് നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് സംശയം വരരുത്. മനസ്സിലായല്ലോ അല്ലേ. ഇനി മൂന്നാമത് ഒരു കാര്യം പറയാം. ആളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം, ഒരു ഭയം നമുക്ക് മനസ്സിലാവുമല്ലോ. മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഭയം ഒളിഞ്ഞു കിടക്കണമെങ്കിൽ 100% നമുക്ക് വിശ്വസിക്കാം ആള് പറയുന്നത് നുണയാണ്. അതിൽ നിന്നും രക്ഷ നേടാനാലും പല കളവ് പറയുകയാണ് എന്ന് തന്നെ നമ്മൾ 100% നമുക്ക് ഉറപ്പുവരുത്താം. ഇനി നാലാമതൊരു കാര്യമുണ്ട്. ഇത് പലർക്കും അറിയുമായിരിക്കും. ആവർത്തിച്ച് പറയും ആള്. അതായത് നുണയാണെങ്കിൽ ആ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും പറയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. അങ്ങനെ ഒരു 4 ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് 100% ഉറപ്പിക്കാം ആള് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന്.